ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു M2M വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സൺഡേ അല്ലേ, അപ്പോൾ നമ്മുടെ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇന്നും ഞാൻ എല്ലാവർക്കും ഭയങ്കര സുപരിചിതമായിട്ടുള്ളൊരു ഹെയർ പാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഉലുവയും തേങ്ങയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചില്ല, കാരണം എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, കാരണം പെട്ടെന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് ഹെയർ പാക്ക് ഇട്ടത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നന്നായിട്ട് സോക്കായിട്ട് ഈ ഉലുവ വീർത്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് അരച്ച് എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുക. എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങയിട്ട് ഒരു മോയ്സ്ചറൈസ് കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ് തേങ്ങയിട്ട് മിക്സ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഓയിലി ഹെയർ ആണെങ്കിൽ തേങ്ങയുടെ ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഒരു മോയ്സ്ചറൈസ് കിട്ടാനും ഷൈനി ആയിട്ട് കിടക്കാനൊക്കെ തേങ്ങ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എപ്പോഴും എല്ലാ ഹെയർ കെയർ വീഡിയോയിലും എല്ലാവരും പറയുന്ന പോലെ തന്നെ ഓയിൽ നല്ല സ്കാൽപ്പിലും ഹെയറിലെ എൻഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു മസാജിങ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ, കാരണം സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടെ ചെയ്തു കേട്ടോ, മറക്കണ്ട. പിന്നെ ഈ ഉലുവ ഹെയർ പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അതിനെല്ലാത്തിനും ഒരു ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ട്. കാരണം ഉലുവ തലയിട്ടിട്ട് നമ്മുടെ തലയിലെ ഒട്ടിയിലൊക്കെ ഈ ഉലുവേൻ്റെ പൊടി അടിഞ്ഞിരിക്കുന്ന സമയത്ത് താരനുണ്ടാവാൻ വേണ്ടിയിട്ടും പുതിയ ഹെയറുകൾ ഗ്രോത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫിൽറ്റർ ചെയ്താൽ തന്നെ ചെറിയ ചെറിയ പൊടികൾ വീണ്ടും ഉണ്ടാവും. അത് നമ്മൾ ഹെയർ കഴുകുന്ന സമയത്ത് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മുടെ മുടി അതിലേക്ക് ഇട്ടിട്ട് ഈ കുളത്തിലൊക്കെ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇതിന് ഒലുമ്പി തല കഴുകത്തില്ലേ, അതേപോലെ ബക്കറ്റിൽ കഴുകുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു ഉലുവയുടെ കണ്ടൻറ്റൊക്കെ ഉലുവ പൊടിയൊക്കെ പോയി കിട്ടും. പിന്നെ ഞാനിപ്പോൾ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്തില്ലേ, അതേപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കൂട്ടി ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ സോക്ക് ചെയ്ത വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം കൂട്ടിയിട്ട് അത്യാവശ്യം ഒരു വെള്ളം പോലെ ലൂസാക്കി എടുത്ത് അതും തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഷാമ്പൂ ഇട്ട് കഴുകണം എന്നുള്ളവർക്ക് ഷാമ്പൂ ഇട്ട് കഴുകാം. അതല്ല ഷാമ്പൂ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഷാമ്പൂ ഇല്ലാതെയും കഴുകാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓൾറെഡി തലയിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഓയിൽ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഷാമ്പൂ എടുത്താൽ തന്നെ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പൂ എടുത്ത് അതിലേക്ക് ഒരു തുള്ളി ഷാമ്പൂ എടുത്ത് അതിലേക്കൊരു ഒരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നന്നിട്ടൊന്ന് ലയിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്യുക. ഡ്രൈ ആക്കിയതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചൊന്ന് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിലുള്ള ഉലുവയുടെ പൊടി ബാക്കിയും കൂടെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്, സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഉലുവ ഹെയർ പാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹെയർ കുറച്ച് വോളിയമൈസ്ഡ് ആയിട്ട് തോന്നിക്കാൻ നല്ലതാണ്. അതിനുശേഷം ഒരു ടർക്കി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ടർക്കി വെച്ച് തലയൊക്കെ തോർത്തിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഹെയർ അവിടെ നിന്ന് ഉണങ്ങിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, ടർക്കി വെച്ചിട്ട് അതിനിടയിൽ ഒരു ബണ്ണിട്ടിട്ട് കെട്ടി വയ്ക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഹെയർ ഇങ്ങനെ അത് വെയിറ്റ് വരില്ല. പിന്നെ കുറച്ച് ലൂസായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പിന്നെ ഇത് എല്ലാവരും ചെയ്യുന്ന വീഡിയോ ആണ്, എല്ലാവർക്കും വീഡിയോ അല്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.